കാണുമ്പോൾ എനിക്ക് ഇത്രമാത്രം അഹങ്കാരം ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചത്. ഇത്രയും ബാഗിന്റെ ആവശ്യമില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. ഇന്നത്തെ വീഡിയോ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇത്രമാത്രം അഹങ്കാരം ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചത്. സംഭവം അന്ന് എനിക്ക് ബാഗുകളോട് ഒടുക്കത്തെ ക്രേസ് ആയിരുന്നു. അപ്പം ഞാൻ വാങ്ങിച്ചു കൂട്ടിയ 3-4 കൊല്ലത്തെ എൻ്റെ കളക്ഷൻസ് ആണ് ഇതെല്ലാം. അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. ഞാൻ എൻ്റെ ഈ ബാഗുകളിൽ കുറച്ച് ഞാൻ യൂസ് ആക്കാത്ത ബാഗുകളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കുന്നത് നെക്സ്റ്റ് മന്ത് വീട്ടിൽ പോവാണ്. ആ സമയത്ത് കുറച്ച് ബാഗുകൾ കൊണ്ടുപോയാൽ അമ്മ അത് വേണ്ട ആൾക്കാരിലോട്ട് എത്തിച്ചോളും. അപ്പോൾ നമുക്കിതൊന്നും വെച്ചിട്ട് വലിയ യൂസൊന്നും ഇല്ല. കാരണം എനിക്ക് ആ പണ്ടത്തെ ക്രേസ് ഇപ്പോൾ ഇല്ല. ഞാൻ അങ്ങനെ ഒരു ബാഗോ 2 ബാഗോ യൂസ് ആക്കാറുള്ളൂ. പുറത്ത് പോകുമ്പോഴാണെങ്കിലും അങ്ങനെ ബാഗ് ചേഞ്ച് ചെയ്യാറില്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ വലിയ ബാഗുകളോടാ താല്പര്യം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്ലിംഗ് ബാഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അവർക്ക് കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എൻ്റെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഞാൻ അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അമ്മ പറയും കളയണ്ട, ഇങ്ങോട്ട് കൊണ്ടുവരാം, അമ്മ കൊടുത്തോളാം എന്ന് പറയും. അങ്ങനെ കുറേ ഡ്രസ്സുകൾ ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം പോകുമ്പോൾ കുറച്ച് ഡ്രസ്സുകളൊക്കെ കൊണ്ടുപോകാനുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഓരോ ബാഗുകളായിട്ട് കാണാം. അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് ബാഗ് എന്ന് പറയുന്നത്. മീഷോ ഞാൻ റീസെൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള ബാഗാണ്. ഇത് ഇടാനുള്ള ഒരു ഒക്കേഷൻ എനിക്ക് കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇതിട്ട് എനിക്ക് ചെത്തി നടക്കാൻ കൊത്തിയായിരിക്കണം. അപ്പം ഇതാണ് ഈ ഒരു ക്ലച്ച് ബാഗ്. ഇത് ചെയിൻ ആട്ടോ വന്നിട്ടുള്ള ഗോൾഡൻ കളറിലുള്ള ചെയിന്. ഞാൻ കവറിനകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചേക്കുവാണ്, ഡാമേജ് ഒന്നും പറ്റാണ്ടിരിക്കും. ഇത് എൻ്റെ എക്സ്പെക്റ്റേഷനും മുകളിലായിരുന്നു ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ബാഗ്, അതും ഇടാനൊരു ഒക്കേഷൻ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഈ ഒരു സ്ലിംഗ് ബാഗ്, ഇത് നമ്മൾ മീഷോ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബാഗ് എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ. 300 എത്രയായിരുന്നു എന്നാണ് എൻ്റെ നിഗമനം. പക്ഷെ എനിക്ക് അത്രേ ഇഷ്ടമായ ഒരു ബാഗാണ്. ഇനി നമ്മുടെ തേർഡ് ബാഗ്, ഇതൊക്കെ കുറച്ച് പഴകിയ ബാഗുകളാണ്. എന്നാലും ഞാൻ അധികം യൂസ് ആക്കിയിട്ടില്ലാത്ത ഈ ഒരു കുഞ്ഞി സ്ലിംഗ് ബാഗാണ്. കുഞ്ഞി ബാഗാട്ടോ. നമുക്കൊരു നമ്മുടെ ഫോണും പേഴ്സും മാത്രം ഇടാനേ പറ്റത്തുള്ളൂ. പക്ഷെ 4 കമ്പാർട്ട്മെന്റ് ഉണ്ട്, കണ്ടില്ലേ? 1, 2, 3, പിന്നെ ബേക്കിലായിട്ടൊരു കമ്പാർട്ട്മെന്റ്. അങ്ങനെ 4 കമ്പാർട്ട്മെന്റിൽ ഒരു ആഷ് കളറിലുള്ള ഒരു ബാഗ്. ഞാനിപ്പോഴും ആഷ് കളറിന് പെൻസിൽ കളർ നമ്മുടെ അപ്സര പെൻസിലിന്റെ കളറിലെ അതാട്ടോ പറയാറ്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ബാക്ക് പാക്ക് ആട്ടോ. ഇത് നിങ്ങൾ മീഷോയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാകും. പക്ഷെ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ കേട്ടോ. ഇത് പ്യുവർ ലെതറാണ്. 1000 ഒക്കെ മുകളിലായിരുന്നു ഇതിന്റെ റേറ്റ് കേട്ടോ. ഇതാണ് എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും കോസ്റ്റ്ലി എന്നാണ് എൻ്റെ ഒരു ഇത് നോക്കാൻ. പിന്നെ ഇതാണെങ്കിൽ അത്യാവശ്യം നല്ല കമ്പാർട്ട്മെന്റും ഒക്കെ ഉള്ള ഒരു ബാഗാണ്. പക്ഷെ ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെ ഞാനിത് എല്ലാ ഒക്കേഷനിലും ഇടാൻ പറ്റില്ല. നമ്മൾ ഇപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോഴാണ് ഞാൻ സാധാരണഗതിയിൽ ഇത് ഇട്ടോണ്ടിരുന്നത്. കാരണം നമുക്ക് 2 രീതിയിലും ഇടാൻ പറ്റും. അതായത് ഇങ്ങനെ നമുക്കൊരു സൈഡ് ബാഗ് ആയിട്ട് ഇത് ഇടാം, ഇങ്ങനെ സൈഡ് ബാഗ് ആയിട്ടും ഇടാം, അല്ലാണ്ട് ബാക്ക് പാക്ക് ആയിട്ടും ഇടാം. ഒരു സ്ലിംഗ് ബാഗ്, ഇത് കണ്ടില്ലേ, നല്ലൊരു കളറൊക്കെ ഉള്ളൊരു സ്ലിംഗ് ബാഗാണ്. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. 2 കമ്പാർട്ട്മെന്റ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇതൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ച് എടുത്ത് വെച്ചേക്കുവാണ്. പിന്നെ ചെറിയ ഒരു പൂപ്പൽ പോലെയൊക്കെ ഉണ്ടാവട്ടെ. ഞാൻ അങ്ങനെ കുറേ കാലമായി ഈ ബാഗുകളൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ബാഗിനകത്ത് എടുത്ത് വെച്ചേക്കുമായിരുന്നു. ഇനി നെക്സ്റ്റ് വന്നിട്ട് വീണ്ടും ഒരു സ്ലിംഗ് ബാഗാണ്. ഇതൊക്കെ ഞാൻ മീഷോയിൽ നോക്കി മേടിച്ചിട്ടുള്ള. പക്ഷേ ഇതിൻ്റെ കണ്ടില്ലേ, ഇത് നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്. മേടിച്ചിട്ട് എത്ര കാലമായി എന്നറിയാമോ? ഇത് 3-3.5 കൊല്ലമായി എൻ്റെ ബാഗാണ്. ഇതൊക്കെ നമുക്ക് ഒരു ഡാമേജും ഇല്ല. അടുത്തത് ഈ ഒരു ബാഗില് 2 കമ്പാർട്ട്മെന്റ് വരുന്ന ഒരു ബാഗാണ്. ഇതൊന്നും ഒരു ഡാമേജും ഇല്ലാത്ത ബാഗ്. 2 തവണയും 3 തവണയും കണ്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്ക് മുകളിങ്ങനെ കത്തി നിൽക്കുകയാണ്. അപ്പൊ ഇതാട്ടോ ഒരു ബാഗ്, നല്ല ബാഗാണ്. ഞാൻ ഇതിനെ പറഞ്ഞില്ല, കുറച്ച് ബാഗുകൾ ഞാൻ എന്തിനാ നമുക്ക് ഇത്രയും ബാഗ്, അതിന്റെ ആവശ്യമില്ല. ഇപ്പോഴാണ് എനിക്ക് ആ ബാഗിനോടുള്ള ക്രേസ് കുറഞ്ഞത്. സോ ഞാൻ നോക്കട്ടെ എത്ര ബാഗുകൾ നമുക്ക് നല്ല ബാഗുകൾ കൊടുക്കാൻ പറ്റുള്ളൂ. നല്ലതല്ല, നമ്മൾ കൊടുക്കണ എന്ത് സാധനമായാലും മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുമ്പോൾ നല്ലത് തന്നെ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു പോളിസി. സോ അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ഡാമേജ് ഒന്നും ഇല്ലാത്ത, ഞാൻ അധികം ഉപയോഗിക്കാത്ത സാധനങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു ബാഗ് ഉപയോഗിച്ച് എത്ര തവണ ഉപയോഗിച്ചെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. അത്രയും തവണ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എത്ര വെയിറ്റ് ഇട്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. 200 രൂപയുടെ ബാഗാണ് ഈ ഒരു ബാഗ്. ആക്ച്വലി കണ്ടില്ലേ, ഒരു കുഴപ്പമില്ല. സ്ലിങ് കൂടെ ഒരു പ്രശ്നമില്ല, ഇപ്പോഴും പ്രശ്നമില്ല. അന്നെന്ന് പറഞ്ഞാൽ SM സ്ട്രീറ്റിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുന്ന ബാഗിന്റെ ക്വാളിറ്റി ഉണ്ടല്ലോ, പറയാണ്ടിരിക്കാൻ വയ്യ. പക്ഷെ ഇന്ന് നിങ്ങൾ SM സ്ട്രീറ്റിൽ പോയിട്ടൊരു ബാഗ് മേടിച്ചാൽ നിങ്ങൾക്ക് അത്രയും ക്വാളിറ്റി എനിക്ക് ഒരിക്കലും, കാരണം ഞാൻ പിന്നെ റീസെന്റ് ആയിട്ട് മേടിച്ച ബാഗുകളെല്ലാം പെട്ടെന്ന് പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ അന്ന് മേടിച്ച 3.5 കൊല്ലം മുന്നത്തെ ഈ ബാഗുകൾക്ക് ഒരു ഡാമേജും ഇല്ല. ഇതും ഞാൻ ഇതിന് മുന്നേ കാണിച്ച ബാഗുകളിൽ 2-3 SM സ്ട്രീറ്റ് ആണ്. ചില ബാഗുകൾ ഇവിടുന്ന് തന്നെ ഷോപ്പിൽ നിന്ന് മേടിച്ചാട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് ബാഗ് മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു ബാഗാണ്. വേണമെങ്കിൽ ഈ ഒരു ബാഗ് എനിക്ക് ഉപേക്ഷിക്കാമായിരുന്നു. പക്ഷെ കാരണം എന്താ അറിയോ, ഇതിന്റെ ഇവിടെ ആയിട്ട് കണ്ടോ പൊട്ടിപ്പോയി, കീറിപ്പോയി. പക്ഷെ ഇത് 3-3.5 കൊല്ലം പഴക്കമുള്ളതാണ്. അതൊന്ന് കീറിപ്പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കളയാം. പക്ഷെ ഇതിന് വേറെ ഒരു ഡാമേജും ഇല്ല.
ഞാനിത് അത്യാവശ്യം യൂസ് ആക്കാറുണ്ട് ഇപ്പോഴും. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ്. അപ്പം ചെറിയൊരു ഡാമേജ് അല്ലേ ഉള്ളൂ, അതൊന്നും നമ്മൾ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 60 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 30 രൂപ അവരൊന്ന് സ്റ്റിച്ച് ചെയ്ത് തന്നു, നോ പ്രോബ്ലം. അപ്പം നമ്മൾ ഇത് തന്നെ വീണ്ടും യൂസ് ആക്കാറുണ്ട്. നെക്സ്റ്റ് ബാഗ് ഈ ഒരു ലേവിയുടെ ഈ ഒരു ബാഗാണ്. ഇതിന്റെ റേറ്റ് 700 സംതിങ് ആയിരുന്നു. അന്ന് എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നു, അപ്പൊ കിട്ടിയതാണ്. അപ്പൊ ഈ ബാഗ് എനിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല ബാഗല്ലേ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ബാഗായിരുന്നു. അത്യാവശ്യം നല്ല സാധനങ്ങൾ ഇതിനകത്ത് കൊള്ളുകയും ചെയ്യും. ഇതിന്റെ ഉള്ളിൽ നിറയെ കമ്പാർട്ട്മെന്റുകൾ ഉണ്ട് താനും, കണ്ടില്ലേ? നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഇനി എൻ്റെ ഈ ബാഗുകളൊക്കെ ഞാൻ വളരെ ഇഷ്ടത്തോടെ തന്നെ മേടിച്ച ബാഗുകളാണ്. ഇതാണ്, എന്ത് രസമല്ലേ ഈ ഒരു ബാഗ്. ഇതിന് കമ്പാർട്ട്മെന്റ് ഒന്നും ഇല്ല, ഇങ്ങനെയാണ്. ഇവിടെ ഒരു കുഞ്ഞി കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഇതിന് സിബല്ല, നമ്മൾ ഇങ്ങനെ ചെയ്യുക, വള്ളി ടൈറ്റായി ചെയ്ത് കൊടുക്കുക. ഇതിന്റെ ഒരു കളറൊക്കെ നല്ല ഭംഗിയാണ്. 470 രൂപയും കണ്ടായിരുന്നു ഇതിന്റെ റേറ്റ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്ലിംഗ് ബാഗ് ആയിട്ടും ഇടാം, അതുപോലെ തന്നെ ബാക്ക് പാക്ക് ആയിട്ടും ഇടാം. നല്ല ജീൻസിന്റെ കൂട്ടത്തിലൊക്കെ വെസ്റ്റേൺ ഉടുപ്പിന്റെ കൂട്ടത്തിലൊക്കെ പറ്റും. ഇനി നമ്മുടെ ബാഗ് ഇപ്പൊ മല പോലെ ആയിട്ട് ഇവിടെ ഈ ഒരു ബാഗ് നമ്മൾ മീഷോന്ന് മേടിച്ചിട്ടുള്ളതെന്ന് അത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഇതിനകത്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവും. ഞാൻ റീസെന്റ് ആയിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇതൊക്കെയാണ് കൊണ്ടുപോകാറ്. ഞാൻ വിചാരിച്ചതിനെക്കാട്ടും കൂടുതൽ സാധനങ്ങൾ ഇതിനകത്ത് കൊള്ളുന്നുണ്ടായിരുന്നു. എൻ്റെ ടിഫിനടക്കം കൊള്ളുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ എത്രാമത്തെ ബാഗാണ് കാണിക്കുന്നതെന്നൊന്നും എനിക്ക് അത്ര വലിയ ഓർമ്മയൊന്നുമില്ല. ഇത് ഞാനിപ്പോൾ റീസെന്റ് ആയിട്ട് ഇപ്പോൾ ഈ ബാഗാണ് യൂസ് ചെയ്യുന്നത്, കണ്ടില്ലേ? ഇതിനകത്ത് ബേക്കറി ഒക്കെ ഉണ്ടാവും. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിന്നണം എനിക്ക്, അപ്പം ഞാനിങ്ങനെ ഇതിനകത്ത് ഇട്ട് വെക്കും. അപ്പം ഈ ഒരു ബാഗ്, പിന്നെ അത് ഞാൻ മീഷോയിൽ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. പിന്നെ ഈ ഒരു ബാഗ് ഞാൻ ഇങ്ങനെ എല്ലാ ബാഗിൻ്റെ ഇതിലൊരു ചിലപ്പോൾ ക്ലച്ചർ കുത്തിയിടും. ഇങ്ങനത്തെ കൊണ്ടുവന്ന് ബാഗ് വെക്കും കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴുള്ള തലമുടി എടുത്ത് കെട്ടാൻ വേണ്ടിയിട്ടാണ്. ചോറ്റുപാത്രത്തിൻ്റെ ഇതൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ കണ്ടില്ലേ, വലിയ കമ്പാർട്ട്മെൻ്റ് ഉള്ള ഈ ഒരു ബാഗ്. ഇത് ഞാൻ മീഷോയുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. പിന്നെ അകത്തൊക്കെ എന്തെങ്കിലും ഇപ്പം ഞാൻ ഈ ബാഗ് അല്ല കൊണ്ടുപോകുന്നത്, അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും, കിടക്കട്ടെ. അപ്പം ഇതാണ് വേറൊരു ബാഗൊക്കെ തീരാനായി കാണിച്ച്, കുറച്ചൊക്കെ എവിടെയാണോ എന്തോരോ. പിന്നെ അമ്മച്ചി, പിന്നെ ഈ ഒരു ബാഗ്, ഇത് ഞാൻ ഉപയോഗിച്ച് ഇതിൻ്റെ അടിവേര് വരെ തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ്. ഈ ഒരു വലിയ ബാഗാണ്. ഇതാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഡെയിലി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് കേട്ടോ. കാരണം ഇതിനകത്ത് എനിക്ക് എന്തൊക്കെ വേണം അതൊക്കെ ഇതിനകത്ത് വെക്കാം. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ കമ്പാർട്ട്മെൻറ്റ് ഉള്ളതുകൊണ്ട് ഇനി ഇങ്ങനെ എല്ലാം അടങ്ങി ഇരിക്കണം. അത് ഇതിങ്ങനെ എങ്ങനെ ഇടണം, അതുകൊണ്ട് ഞാൻ പിന്നെ ഇതങ്ങോട്ട് എടുത്തില്ല. പിന്നെ ഇനിയിപ്പോൾ ഇതൊന്ന് അലക്കിയതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. നല്ല ബാഗാണ്, കണ്ടില്ല? സൂപ്പർ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബാഗ്, ഇത് എൻ്റെ ലാപ്ടോപ്പ് ബാഗാട്ടോ. പക്ഷേ ഇതിൻ്റെ മാക്സിന്ന് മേടിച്ചതാ 1800 സംതിങ് രൂപയുടെ ബാഗായിരുന്നു ഇത്. പക്ഷെ ഇത് കണ്ടില്ലേ, മുഴുവൻ പൊളിഞ്ഞ് വൃത്തികേടായി. പരിസരത്ത് ആളെ കാണിക്കാൻ പറ്റില്ലാത്ത രീതിയിൽ ഇത് വൃത്തികേടായി. ഇവിടെ നമുക്ക് കണ്ടില്ലേ ഇങ്ങനെ ചാർജ് ചെയ്യാനൊക്കെ പറ്റും, അതൊക്കെ ഇവിടെ ഉണ്ട്. ഒരു സൈഡിൽ കേട്ടോ, 2 സൈഡിലായിട്ട് വാട്ടർ ബോട്ടിൽ വെക്കാനാന്ന് തോന്നുന്നു. 2 തുളയൊക്കെ ഉണ്ട്, ഇവിടെ 2 തുളയുണ്ട്. പിന്നെ ഇതിൻ്റെ ബേക്കിലായിട്ട് ഈ ഒരു വള്ളി ഞാൻ ഇപ്പം കണ്ടുപിടിച്ചതാണ്. അതായത് നമ്മൾ ഈ ട്രോളി ബാഗിലൊക്കെ ഇങ്ങനെ വെച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ദെൻ നമുക്ക് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു കള്ളിയുണ്ട്. ഞാൻ ഉപയോഗിക്കാറൊന്നുമില്ല, ലാപ്ടോപ്പ് ഉപയോഗിച്ചാലല്ലേ ബാഗ് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഇടയ്ക്ക്. ഓ മൈ ഗോഡ്, ഇതിനകത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു മുട്ടായി, എൻ്റെ കാണാണ്ടായ ഐഡൻറ്റിറ്റി കാർഡ്. എൻ്റെ ദൈവമേ, ഇതിലെന്ത് ചെളിയാ അത്. ഇങ്ങോട്ട് നോക്ക്, പേന. ഞാൻ ഈ ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം, ഏറ്റവും വില കൂടിയ സാധനമാണ് ഈ സാധനം. അങ്ങനെ ഇതിനകത്ത് കുറേ സാധനമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കള്ളിയിലും കുറേ. ഈ ഒരു ബാഗിനകത്ത് എൻ്റെ ഒരു ഒറ്റപ്പാദസരം കിട്ടിയിട്ടോ. ഒരെണ്ണം എവിടെയാണെന്ന് ആർക്കറിയാം, എനിക്ക് അറിഞ്ഞൂടാ. ഇതെന്താ അറിയോ, ഒരു ദിവസം എൻ്റെ കാലിൽ നിന്ന് തന്നെ ദൂരി വീണു. വഴിയിലൂടെ നടന്നു പോകുമ്പോഴാണ് ദൂരി വീണത്. ഇത് എന്ത് ചെയ്യുന്ന പറയാൻ ഞാൻ ആൾക്കാർ കാണാണ്ട് മെല്ലെ കുരിഞ്ഞെടുത്തിട്ട് ഇതിനകത്ത് ഇട്ടു. ഒറ്റ പാദസരം ഇട്ടിട്ടാണ് ഇതിൽ നടന്നു വന്നിട്ടോ. ഇങ്ങനത്തെ പാദസരം ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പണ്ട് ഇത് നല്ല രസമായിരുന്നു. ഇന്ന് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ കളിയാക്കുവാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ബാഗ് കളക്ഷൻ വീഡിയോ. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇതും അത്യാവശ്യം ബാഗുകളുണ്ട്. ഇതിൽ ഉപയോഗിക്കുന്ന 2-3 ബാഗുകൾ വെച്ചിട്ട് ബാക്കി നല്ല ബാഗുകളെല്ലാം ഞാൻ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പം ഇന്നത്തെ ബാഗ് കളക്ഷൻ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇതുമായിട്ടൊരു വഴിയടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കച്ചവടം കിട്ടാൻ ചാൻസ് ഉണ്ട്, അത്രയും ബാഗ് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. മറ്റു വീഡിയോ കാണാനേ.